എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 16-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ 2 വർഷം മുമ്പാണ് പറഞ്ഞത്. അന്ന് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് ആ ഒരു സമയം ഇങ്ങനെ നീട്ടി നൽകിയിരുന്നു. ആ ഒരു സമയമാണ് ഇപ്പോൾ 6 മാസം കൂടി ദീർഘിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഡിസംബർ 31-ന് അവസാനിച്ചിരുന്ന തീയതിയാണ് 2026 ജൂൺ 30 വരെ നീട്ടിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ആരൊക്കെയാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് എന്നാണ് പല ആളുകളുടെയും സംശയം. ഇതിൽ വ്യക്തമായിട്ട് പറയുകയാണ്, 2020 ജനുവരി 1 മുതൽ പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള, അതിനുശേഷം പെൻഷൻ കിട്ടി തുടങ്ങിയിട്ടുള്ള ആരും വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. 2019 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അന്ന് ചെയ്യാത്ത 2 ലക്ഷത്തിലധികം ആളുകളുണ്ട്. അവരോടാണ് ഈ ഒരു സമയത്തിനുള്ളിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. 6 മാസത്തെ സാവകാശമുണ്ട്, അത് ചെയ്യുക. ഇല്ല എങ്കിൽ പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയുണ്ടാകും. ബാക്കിയുള്ളവരാരും ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല. ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള 2019 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ ലഭിക്കുന്നവരും ഇനി വരുമാന സർട്ടിഫിക്കറ്റ് പുതിയൊരു അറിയിപ്പ് വരുന്നത് വരെ നൽകേണ്ടതില്ല. ഇതാണ് വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിയുടെ അറിയിപ്പ്. മറ്റൊന്ന്, ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഈ മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം 20-ന് ശേഷം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. 20-ന് ഒരു കടമെടുപ്പ് ഉണ്ടാകും. 22-ാം തീയതിയോട് കൂടിയിട്ടൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ എത്താനുള്ള സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരേണ്ടതുണ്ട്. ഉടൻ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മാസം 20-ാം തീയതി തന്നെ നിയമസഭാ സമ്മേളനം തുടങ്ങിയാണ്. 29-ന് ബജറ്റ് ഉണ്ട്. അതിൽ വർധനവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാസം 31-ന് മുമ്പ് എല്ലാവർക്കും ബാങ്കിലും കയ്യിലൊക്കെ പെൻഷൻ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, കെട്ടിട നിർമ്മാണ തൊഴിലാളി കാര്യം വളരെ കഷ്ടമാണ്. അവർക്ക് ഓഫീസിൽ വിളിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാൻ അറിയില്ല. ഫണ്ട് വന്നാൽ വിതരണം ചെയ്യും, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അത് കുറച്ചു കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് തുടരുന്നത്. കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കും, അതിന് 1000 കോടി രൂപ കടമെടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. 18 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ളത്. പ്രവാസികളുടെയും മുടങ്ങുന്നുണ്ട്, ഇടയ്ക്കിടെ മുടങ്ങുന്നത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വാട്ടർ അതോറിറ്റി കണക്ഷൻ ഉള്ളവർക്ക് BPL ആനുകൂല്യത്തിന് വേണ്ടി ഈ മാസം 31 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. മാസം 15,000 ലിറ്റർ വെള്ളം മാത്രം ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക. BPL റേഷൻ കാർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നിലവിലുള്ള കുടിശ്ശിക അടച്ചു തീർക്കുകയും മീറ്റർ കേടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുകയും വേണം. എന്നാൽ മാത്രമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. മുമ്പ് ഈ ആനുകൂല്യം ലഭിച്ചിരിക്കുന്നവർ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകണം. പുതിയ അപേക്ഷയും ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിൽ താമസിക്കുന്ന BPL റേഷൻ കാർഡ് ഉള്ളവർക്ക് നേരത്തെ ഇതിന്റെ ആനുകൂല്യം ലഭിച്ചിരുന്നില്ല. ഈ വർഷം മുതൽ അവർക്കും ഇതിന്റെ ആനുകൂല്യമുണ്ട്. അതിന് ഉടമസ്ഥന്റെ സമ്മതപത്രവും വാടക ചീട്ടും വേണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷ നൽകാവുന്നതാണ്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധന SIR ഹിയറിംഗ് ഘട്ടത്തിലാണ്. കരട് പട്ടികയിൽ ഉൾപ്പെട്ട 2.54 കോടി പേർക്ക് മാത്രമാണ് ബാധകമാകുന്നത്. 2002-ലെ SIR പട്ടികയിൽ ഉൾപ്പെടാത്തതും 2002-ലെ പട്ടികയുമായി മാപ്പ് ചെയ്യാൻ കഴിയാത്തവർക്കുമാണ് ഹിയറിംഗിനായി നോട്ടീസ് അയക്കുന്നത്. അതിസങ്കീർണമായ പ്രക്രിയയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാങ്കേതിക പ്രശ്നങ്ങളും വ്യാപകമായതിനാൽ കരട് പട്ടികയിൽ ഉള്ളവർക്കും നോട്ടീസ് വരാമെന്ന സാഹചര്യമാണുള്ളത്. നോട്ടീസ് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി BLOയുമായി ബന്ധപ്പെടണം. കരട് പട്ടികയിൽ ആക്ഷേപം ഉണ്ട് എങ്കിൽ 22 വരെ ഇലക്ടറൽ രജിസ്ട്രാർ ഓഫീസർമാർക്ക് അപേക്ഷ നൽകാവുന്നതുമാണ്. നോട്ടീസ് ഹിയറിംഗ് ഘട്ടം ഫെബ്രുവരി 14 വരെയാണ്. ഈ മാസം 22 വരെ മാത്രമാണ് അവകാശവാദങ്ങളും എതിർപ്പും സമർപ്പിക്കാൻ കഴിയുക. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21-നാണ് പുറത്തിറക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. കരട് പട്ടികയിലുള്ളവർക്ക് മാത്രമാണ് നിലവിൽ SIR പ്രക്രിയ. ഇതിന് പുറത്തുള്ള 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും പുതുതായി വോട്ട് ചേർക്കണം. ഇതിന് BLOയിൽ നിന്നും സഹായം ലഭിക്കുന്നതാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ voters.eci.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. SIR പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഉറപ്പ് തുടർച്ചയായി ലംഘിക്കപ്പെടുന്നു. 2002-ലെ വോട്ടർ പട്ടികയിൽ ഉള്ള ആരെയും ഹിയറിംഗിന് വിളിക്കില്ലെന്നായിരുന്നു തുടക്കത്തിൽ നൽകിയിരുന്ന ഉറപ്പ്. ഇത് ലംഘിച്ചു. വ്യാപകമായി നോട്ടീസുകൾ 2002-ലെ ലിസ്റ്റിൽ ഉള്ളവർക്കും അയക്കുന്നുണ്ട്. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നാണ് ഒടുവിലായി പരാതി ഉയർന്നത്.
കൃത്യമായി എനുമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയ 2002 പട്ടികയിൽ ഉൾപ്പെട്ട 72കാരിക്ക് ഹിയറിംഗിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചു. ഇവരുടെ 2 മക്കളിൽ ഒരാൾക്ക് ഹിയറിംഗ് ഒഴിവായപ്പോൾ മറ്റൊരാൾക്ക് നോട്ടീസ് ലഭിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ്. SIR കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പുതുതായി രൂപീകരിച്ച 5000-ഓളം ബൂത്തുകളിൽ നിയമിച്ച BLOമാരുടെ പരിജ്ഞാനമില്ലായ്മ പ്രതിസന്ധി ഇരട്ടിയാക്കുന്നുണ്ട്. അതിസങ്കീർണമായിട്ടുള്ള SIR പ്രക്രിയയെക്കുറിച്ച് ഇവർക്ക് പ്രാഥമികമായിട്ടുള്ള വിവരം പോലും ലഭിച്ചിട്ടില്ല. വോട്ടർമാരുടെ പരാതികൾ തീർപ്പാക്കാനോ സാങ്കേതികമായ സംശയങ്ങൾ ദൂരീകരിക്കാനോ BLOമാർക്ക് കഴിയുന്നില്ല. കരട് പട്ടികയ്ക്ക് മുമ്പ് ബൂത്തുകൾ വർദ്ധിപ്പിച്ചിരുന്നു എങ്കിൽ ഇത് ഉണ്ടാകുമായിരുന്നില്ല. ഇത് മാത്രമല്ല, BLO ആപ്പിലും ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് BLO ആപ്പിൽ വരുന്നത്. ഇതുമൂലം BLOമാരും ബുദ്ധിമുട്ടുന്നുണ്ട്. നോട്ടീസ് ലഭിച്ചാൽ ഹിയറിംഗിന് ഹാജരാവാൻ ആരും മറക്കരുത്. എല്ലാവരും ഈ കാര്യം ഗൗരവമായിട്ട് എടുക്കണം. 2026 ഏപ്രിൽ 1-ന് 18 വയസ്സ് പൂർത്തിയാകുന്നവർ വീട്ടിൽ ഉണ്ട് എങ്കിൽ കുട്ടികളുടെ വോട്ട് ചേർക്കാൻ മറക്കരുത്. ഓരോ ദിവസം കഴിയും തോറും തിരക്ക് കൂടി വരികയാണ്. സൈറ്റ് ഇപ്പോൾ തന്നെ ബ്ലോക്ക് ആവുന്ന അവസ്ഥയുണ്ട്. രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ ശ്രദ്ധ വേണം. നമ്മുടെ പൗരത്വത്തിന്റെ വിഷയമാണ്, വെറും വോട്ടിന്റെ കാര്യമല്ല. പലപ്പോഴായിട്ട് പറയുന്ന കാര്യമാണ്. ഇത് മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇനി പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കു വേണ്ടിയിട്ടുള്ള സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന്റെ അപേക്ഷ ക്ഷണിച്ചു. ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ, വിവാഹമോചിതർ, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 20 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ ഉള്ളവർക്ക് അപേക്ഷ നൽകാവുന്നതാണ്. പദ്ധതിയുടെ ഭാഗമായി പരമാവധി 5 ലക്ഷം രൂപയുടെ വായ്പ അനുവദിക്കും. വായ്പയുടെ 20% സബ്സിഡി ലഭിക്കും. അതായത് 5 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് എങ്കിൽ 1 ലക്ഷം രൂപ സബ്സിഡി ഉണ്ടാകും. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുള്ളവർ, 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുള്ള വിധവകൾ, BPL കുടുംബങ്ങൾ എന്നിവർക്ക് മുൻഗണന ലഭിക്കും. BPL വിഭാഗത്തിന്റെ അഭാവത്തിലാണ് കുടുംബവാർഷിക വരുമാനം 2.5 ലക്ഷം കവിയാത്ത APL വിഭാഗക്കാരെ പരിഗണിക്കുന്നത്. സബ്സിഡി കഴിച്ചുള്ള തുകക്ക് 6% പലിശ നിരക്കാണ് ഈടാക്കുന്നത്. അപേക്ഷകൾ www.ksmdfc.org മുഖേന ഓൺലൈനായി നൽകാവുന്നതാണ്. കൂടാതെ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂർണ്ണമായും പൂരിപ്പിച്ച് നേരിട്ടും തപാൽ മുഖേനയും കോർപ്പറേഷന്റെ ഹെഡ് ഓഫീസ്, റീജിയണൽ ഓഫീസുകളിലും സമർപ്പിക്കാവുന്നതാണ്. 3 ദിവസത്തെ വലിയ വർധനവിന് ശേഷം ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ കുറവുണ്ടായി. ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 13,125 രൂപയും പവന് 600 രൂപ കുറഞ്ഞ് 1,05,000 രൂപയും ആയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്ററിയിപ്പുകൾ നോക്കാം. പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.